എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിൻ്റെ ഒന്നാം അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി ഇന്ന് ജൂൺ മാസം 17-ാം തീയതി ഇന്ന് അവസാനിക്കും. ജൂൺ മാസം 15 മുതൽ 17 വരെ, 17-ാം തീയതി ഇന്ന് 5 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി ഉണ്ടായിരിക്കുമെന്ന് ശ്രദ്ധയപ്പെടുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഈശ്വൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട അമർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമാക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന് അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി ഇന്ന് ജൂൺ മാസം 17-ാം തീയതി അവസാനിക്കും. ജൂൺ മാസം 17-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നത്. ഇതുവരെയും അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാത്തവർക്ക് hscap.kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു. hscap.kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് ലഭ്യമാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നൽകി നിങ്ങൾക്ക് അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിലാണോ ലഭിച്ചെടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് കിട്ടിയെന്ന് വെച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നഷ്ടമാകുകയും തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രക്രിയകളിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. 17-ന് വൈകിട്ട് 5 മണിക്കാണ് അഡ്മിഷൻ ക്ലോസ് ആകുന്നത് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തുള്ളത് 2ാം അലോട്ട്മെന്റ് ആണ്. 1ാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്ക് 2ാം അലോട്ട്മെന്റിലൊക്കെ 1ാം അലോട്ട്മെന്റിൽ ലഭിക്കാത്ത എല്ലാവർക്കും 2ാം അലോട്ട്മെന്റിൽ ലഭിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. മോസ്റ്റ് പ്രോബബിൾ ഞാൻ ഉറപ്പൊന്നും പറയാനാവില്ല. കാരണം എല്ലാവർക്കും 2ാം അലോട്ട്മെന്റ് ലഭിക്കില്ല. കാരണം 3ാം അലോട്ട്മെന്റ് ഉണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, അതിനുശേഷം സപ്ലിമെന്ററി 1ാം അലോട്ട്മെന്റ് ഉണ്ട്, 2ാം അലോട്ട്മെന്റ് ഉണ്ട്, അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 1ാമത്തേൽ ലഭിക്കാത്ത എല്ലാവർക്കും 2ാം അലോട്ട്മെന്റിൽ ലഭിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും 1ാമത്തെ അലോട്ട്മെന്റിൽ ലഭിക്കാത്ത കുറേ പേർക്കും കൂടി 2ാം അലോട്ട്മെന്റ് ലഭിക്കും. ബാക്കി 3ാം അലോട്ട്മെന്റിൽ അങ്ങനെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പോട്ട് അഡ്മിഷൻ ഓരോ ഘട്ടത്തിലായിരിക്കും ലഭിക്കുക. അല്ലാതെ 1ാം അലോട്ട്മെന്റിൽ ലഭിക്കാത്ത എല്ലാവർക്കും 2ാം അലോട്ട്മെന്റിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ 1ാം അലോട്ട്മെന്റ് ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കാണും. അവർ ഹയർ ഓപ്ഷൻസിന് പ്രിഫറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ഓപ്ഷൻസ് മാറണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഉൾപ്പെടില്ല എന്ന് പറഞ്ഞത്. മുഖ്യഘട്ടത്തിലെ അലോട്ട്മെന്റ് ഇത് നിലവിലിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റ് കാണിക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകും. തീർച്ചയായും സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡേറ്റ് വന്നാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ PDF എടുത്ത് നോക്കിയത്. സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റ് വന്നാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ